ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ സ്ത്രീകളൊന്നും എപ്പോൾ നോക്കിയാലും നിങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യില്ല. പല റിലേഷൻഷിപ്പിലും പല സ്ത്രീകളും അവരുടെ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ ആക്ഷൻസിലൂടെയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതിയാണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ത്രീകൾ പലപ്പോഴും ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിലാണ് അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും ഓർത്തു വെക്കും എന്നുള്ളതാണ്. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ വൈഫും സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡിനെ കുറിച്ച് മെൻഷൻ ചെയ്യാണ്. മേ ബി അതൊരു മിഠായി ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ബിരിയാണിയോ മന്തിയോ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ആവാം. അപ്പൊ നിങ്ങളത് പറഞ്ഞു, പിന്നെ നിങ്ങളത് അങ്ങനെ വിട്ടു. പക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു വൈഫ് ആ ഒരു സ്മാൾ ഡീറ്റെയിൽസ് ഓർത്ത് വെച്ച്, നിനക്ക് ആ ഒരു മിഠായി ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ നിനക്കിത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഈ രീതിയിൽ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിനക്ക് ആ ഫുഡ് ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് അവരുടെ മെമ്മറിയിൽ ഒരുപാട് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ ഉണ്ടായിട്ട് പോലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞു ഡീറ്റെയിൽസ് പോലും അവർ ഓർത്തു വെക്കുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉള്ള ഡേറ്റ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയാറുണ്ട് ചിലരൊക്കെ, ഇതൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയാലും ആ ഡീറ്റെയിൽസ് ഒന്നും അവർ മറക്കാറില്ല. അതിന്റെയും പ്രധാന റീസൺ ഇത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടേയിരിക്കും. അതായത് നിങ്ങൾ ആരുടെങ്കിലും കൂടെ പോയോ അല്ലെങ്കിൽ നിങ്ങളെ സംശയരോഗമായിട്ടല്ല കേട്ടോ, നിങ്ങൾ ഫുഡ് കഴിച്ചോ, നിങ്ങൾ ഉറങ്ങിയോ, നിങ്ങൾ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ആണെങ്കിൽ അവർ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അവർ വന്നിട്ട് നിങ്ങളോട് ഓക്കെ അല്ലേ, ഇപ്പം എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും വേണോ, ഈ രീതിയിലൊക്കെ നിങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ സ്ത്രീകളുടെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇനി മൂന്നാമത്തെ കാര്യം, അവൾ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുമെന്നുള്ളതാണ്. ഇപ്പൊ മേ ബി നിങ്ങളുടെ വൈഫ് വർക്ക് ചെയ്യുന്ന ഒരാളാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ വൈഫ് ഹൗസ് വൈഫ് ആവാം. എന്തായാലും അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളോട് സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം എപ്പോഴും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പല കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങൾക്കത് ചെയ്തു തരാനും അതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറ്റൻഷൻ തരാനും അവർ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഈ രീതിയിലുള്ള സൈനുകൾ നിങ്ങളുടെ വൈഫ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് തന്നെയാണ് കേട്ടോ. ഇനി നാലാമത്തെ കാര്യം, അവർ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ഭാര്യമാരൊക്കെ ഉണ്ടാവും, ഇപ്പം ഭർത്താക്കന്മാർക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ കോർപ്പറേറ്റ് ജോബ് അല്ലെങ്കിൽ ഈ 9 to 5 ജോബ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ബിസിനസ് തുടങ്ങണം, ഈ ജോബ് ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് വേറെ ആരും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചില ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം ഇവർക്ക് അവരിലുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അവരങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ആ രീതിയിൽ ചില ആളുകൾക്കൊക്കെ ഈ സിനിമയിലേക്ക് കയറാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. പക്ഷെ പലപ്പോഴും പല ഫാമിലീസും അതിനങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം അത് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നല്ല കാര്യമാണ്, പക്ഷെ അഥവാ എത്തിപ്പെടാൻ പറ്റാണ്ടിരുന്നാലോ എന്നുള്ളൊരു പേടി കാരണം കൊണ്ട് ഇപ്പോൾ നമ്മുടെ പാരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നമ്മളെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നമ്മുടെ വൈഫ് എന്ന് പറയുന്ന ആള് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നീ പോകണം, നീ ചെയ്യണം, നിന്നെ കൊണ്ട് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നിങ്ങളെ ഈ രീതിയിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരികയാണ്. അതായത് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഒരു വലിയ ലോസ്റ്റ് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ കൂടെ നിന്ന് ആ ഒരു സ്ട്രഗിളിങ് സ്റ്റേജിലാണെങ്കിൽ പോലും അതൊക്കെ സഹിച്ച് ഓക്കെ നമുക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാം, ഇത് നമ്മുടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതും നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്.
സോ ഞാൻ ഈ പറഞ്ഞ ഈ സിംറ്റംസും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അവർ അത്രയും നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത്രയും വാല്യൂ തരുന്ന ആ ഒരു വൈഫിനെ നിങ്ങൾ ഒരിക്കലും പരിഗണിക്കാതിരിക്കരുത്. അവർക്ക് വേണ്ട സ്നേഹവും കെയറും എപ്പോഴും കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിനോടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.